എല്ലാവരും ഒന്ന് വേഗം വന്നേ, വേഗം ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ആ പെട്ടി ഒന്ന് പൊട്ടിക്കാൻ. അതിനകത്ത് എന്നാണോ മോച്ച കൊടുത്തു വിട്ടേക്കുന്നത്? എൻ്റെ ചൈക്കിൾ മുട്ടായി ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഇത് ഉണ്ണിയുടെ തത്രപ്പാട്. വെക്കാൻ മേലെങ്കിലും എന്താ കുഴപ്പം. പിന്നെ അമ്മമ്മയ്ക്ക് ഒരു ഗുണമുണ്ടായിരുന്നു, ഒമാനേരുകാർ 20 കിലോയുടെ സമ്മതിച്ചുള്ളൂ. അങ്ങനെ അമ്മമ്മ 20 കിലോയുടെ പെട്ടിയാണ് സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. വായോ എല്ലാവരും വായോ. ഇതിനകത്ത് എന്നാ നോക്കാനാണോ? ഓക്കെ. അങ്ങനെ നമ്മൾ ഐശ്വര്യത്തോട് പെട്ടി പൊട്ടിക്കാനുള്ള പരിപാടി അങ്ങ് തുടങ്ങുകയായിരുന്നു. പെട്ടി പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മമ്മയ്ക്ക് ഒരു കോൾ വന്നു. നാട്ടിൽ നിന്നാണേ എല്ലാവരും എത്തിയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അമ്മമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മമ്മേ അയ്യോ പാവം കുരവിടാൻ വേണ്ടി റെഡി ആകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടി പൊട്ടിക്കാനുള്ള പരിപാടി തുടങ്ങി. ഇതെന്താ പൊട്ടിച്ചിട്ട് നമുക്ക് തുറക്കാൻ പറ്റാത്തത്? ഇത് എന്ത് റൊട്ടിയിലാണ് ഈ മോച്ച ഒട്ടിച്ച് വെച്ചേക്കുന്നത്? അല്ല പിന്നെ ആദ്യം മോച്ച എല്ലാവരും പുതപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തൊരു ഭാഗ്യം എൻ്റെ പൊന്നു മോച്ചേ. കുറേ ഡ്രസ്സാണ് കേട്ടോ. ആദ്യം ഡ്രസ്സുകൾ എനിക്കുള്ള ഡ്രസ്സാണ് ചേച്ചിമാർ കൊടുത്തു വിട്ടാൽ കുറ്റം പറയാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായി എണ്ണി പെറുക്കി നോക്കി. പക്ഷേ സമ്മതിക്കുന്നില്ലല്ലോ. എവിടെ പരിപാടി അവതരിച്ചാൽ ഇതാണല്ലോ പരിപാടി. ഒന്നും ഘട്ടം ഘട്ടമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഒന്ന് ഡിസ്പ്ലേ ആക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. അതേ കിട്ടി റംബൂട്ടാൻ കിട്ടിയതോടെ എല്ലാം വരിച്ചു വാരിയിട്ട് അവിടുന്ന് ഇവിടുന്ന് പെറുക്കുന്നത് എന്തൊക്കെയാണോ പെറുക്കിയെടുക്കുന്നത്. കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു. എനിക്കും ഡ്രസ്സ് കൊടുത്തുവിട്ട് പിള്ളേർക്കും ഡ്രസ്സ് കൊടുത്തില്ല. ഇതൊക്കെ പറഞ്ഞാൽ അത് കൊടുത്തു വിട്ടവരെ കുറിച്ച് ആദ്യം അങ്ങ് പറയാം അല്ലേ. അതേ എന്ത് പറയാം, ഞങ്ങൾ മൂട്ടകളാണ് കേട്ടോ. എല്ലാ മൂട്ടയും പെണ്ണായിപ്പോയി. സാരില്ല, ഞങ്ങൾ പെണ്ണുങ്ങളാണെങ്കിൽ അടിച്ചു പൊളിച്ചങ്ങ് തകർത്ത് പോകുന്നു. ഒരു ആണില്ലാത്തതിൻ്റെ വിഷമം ആ രമയുടെ മുഖത്തില്ലേ ഒന്ന് ശരിക്കും നോക്കി. അമ്മമ്മയുടെ മുഖത്ത് കറക്റ്റായിട്ടുണ്ട്. എനിക്കറിയാം, പണ്ടോട്ടേ അവർക്കത് ഉള്ളതാണ്. അത് സാരല്ല, ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ കുടുംബകാര്യത്തിലോട് പോയി പെട്ടിയിലെ കാര്യത്തെക്കുറിച്ച് മറന്നുപോയി. ഇത് കൊടുത്തു വിട്ടേക്കുന്നതേ ഉണക്കമീനാണ്. ഈ ഉണക്കമീൻ പറഞ്ഞിരിക്കുന്നത് വേറൊരാൾ ആളിങ്ങി എത്തും. ഉണക്കമീൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടാണ് ആളെ വിളിക്കാനായിട്ട്. പിന്നെ ഈ പൊക്കി എടുത്തേക്കുന്നുണ്ടല്ലോ അമ്മമ്മയുടെ മെഡിസിൻ ബോക്സ് ആണ് കേട്ടോ. അമ്മ സത്യത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഫാർമസിയാണ്, കുട്ടികളെ ഫാർമസി. അയ്യോ സോറി, അതിനിടയ്ക്ക് ഞാൻ ടീച്ചറായോ? എന്നാലും നോക്കാം. എപ്പോഴും ഞാൻ ചിന്തിക്കും എയർപോർട്ടിൽ അമ്മമ്മ ചെക്ക് ചെയ്യാറില്ലെന്ന്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു ലോഡ് മെഡിസിൻ ആയിട്ടാണ് വരുന്നത്. എങ്ങനെയെന്തോ ആരും ഇവർ ചെക്ക് ചെയ്യുന്നില്ല, പിടിക്കുന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, പിടിച്ചിട്ട് നമ്മൾ പെട്ടുപോയനെ, അത് വേറെ കാര്യം. കിട്ടി മുറുക്ക് കിട്ടി. ടൊമാറ്റോ മുറുക്കിന് ഇവിടെ ഭയങ്കര അടിയാണ്. ടൊമാറ്റോ മുറുക്കെന്ന് പറഞ്ഞാൽ കൊണ്ടുവരേണ്ട താമസം പൊട്ടിച്ചങ്ങോട്ട് തകർക്കും. കിട്ടി. എൻ്റെ സൈക്കിൾ മുട്ടായി ഒന്ന് കാണിച്ചുകൊണ്ട് ഞാനൊന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല തരത്തില്ലാന്ന് പറഞ്ഞു. പാവം ദേവമോളാണ് എനിക്ക് തന്നത്. ഇതുണ്ടോ സൈക്കിൾ മുട്ടായി, പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി. സൈക്കിളിനറ്റത്ത് ചെറിയൊരു മുട്ടായി. എന്തൊക്കെയാണോ എന്തെല്ലാം ടൈപ്പ് മുട്ടായി പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിയേക്കുന്നത്. അവരറിയുന്നുണ്ടോ അമ്മമാരുടെ കഷ്ടപ്പാട്? ഇതൊക്കെ പണ്ടുണ്ടായതുവാ. ഒരു ജാറിനകത്തുള്ള ജീരക മുട്ടായി അല്ല, വേറെ മുട്ടായി ഞാൻ കണ്ടിട്ടില്ല. ആ ലോട്ടസ് എന്ന് പറയുന്ന ഒരു ബോക്സ് കണ്ടില്ലേ? ആ ബോക്സ് ആണ് നമ്മൾ സാമ്പ്രാണിക്ക് പകരം കത്തിക്കുന്ന ഒരു കട്ടയാണ് കേട്ടോ. അതിന് ഭയങ്കര ഒരു സ്മെല്ലാണ്. നൊസ്റ്റു അടിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും നാട്ടിൽ നിന്ന് വരുമ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചിപ്സ്, പിന്നെ കുറച്ച് കോവയ്ക്ക ഉണങ്ങിയത്, മാങ്ങ ഉണങ്ങിയത്, ജാതിക്ക ഉണങ്ങി, അങ്ങനെ കുറേ ഉണങ്ങിയ സാധനം. അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മ കൂടെ എനിക്ക് ഒന്നും കൂടെ അമ്മമ്മ 20 രൂപ തരാം. അയ്യോ അച്ഛൻ പറയുന്നുണ്ട് അതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളത്. ഉണ്ണിക്കൂടെ പറയുന്നുണ്ട് സൂപ്പറാണ് പോലെ സൂപ്പർ. വേഗം കെട്ടിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ഞാനവിടെ റെഡി ആയിട്ട് നിൽക്കും. സമ്മതിക്കത്തില്ല, വിട്ടു തരത്തില്ല. അങ്ങനെ ഉണ്ണിക്കൂടെ 20 രൂപ കഴിഞ്ഞു. ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങൾ. ആ ബോക്സിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇതിലൂടെ മെഡിസിനും ഉണ്ട്, കുറച്ച് തേങ്ങയും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു പീസ് ചക്കപ്പഴം കൂടി ഉണ്ടായിരുന്നു. ഞാനും ഉണ്ണിക്കൂട്ടിനും കൂടെ ചെന്നം പിന്നെ മുറിക്കുകയാണ്. ഉണ്ണിക്കൂടെ സമ്മതിക്കണ്ടേ ഒന്ന് മുറിക്കുക. ഞാനാണെങ്കിൽ കൊതി കാരണം എങ്ങനെയല്ലോ ഒന്ന് മുറിച്ച് ഒരു പീസ് എടുക്കാൻ വേണ്ടി തത്രപ്പാട് വിടുക. ഉണ്ണി സമ്മതിക്കണ്ടേ, ആരും കൊതി വെക്കല്ലേ. ആകെ ഒരു കുഞ്ഞു പീസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ സംതൃപ്തിയോടെ അങ്ങ് കഴിച്ചു. വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. ചക്കപ്പഴല്ലേ, അത് വരും പോവും. അടുത്ത സീസൺ ആകുമ്പോൾ നമുക്ക് അടുത്ത ചക്കപ്പഴം കിട്ടുമല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ അമ്മമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ഫാക്ടറി ഉണ്ട് പഞ്ചസാരയുടെ. അതുകൊണ്ട് അമ്മമ്മ ചക്കപ്പഴത്തിൻ്റെ സൈഡിലോട്ട് വന്നില്ല. ഞാൻ കൊടുത്ത പീസ് അതേപോലെ എനിക്ക് തിരിച്ചു. അത് സന്തോഷമായി. അതുകൊണ്ട് ഒരു പീസും കൂടെ എനിക്ക് എക്സ്ട്രാ കഴിക്കാൻ പറ്റിയല്ലോ. എൻ്റെ സോമ എനിക്ക് ഇതൊന്നും കാണാൻ വയ്യെന്നും പറഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മെഡിസിൻ എല്ലാം കൂടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാനായിട്ട് പോയി. അതേ അമ്മമ്മയുണ്ടല്ലോ രാവിലെ വൈകിട്ട് ആ പഞ്ചസാര ഫാക്ടറിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുക്കുന്നുണ്ട്. അത് വെക്കാൻ വേണ്ടി പോയേക്കുവാണ്. പിന്നെ ചുറ്റും ഞങ്ങൾ കൂടെ നിന്നങ്ങ് കൊതിപ്പിച്ച്. അല്ല പിന്നെ എന്ത് പറയാം, ദേവക്കുട്ടിയാണെങ്കിൽ മോച്ചേ എനിക്ക് സ്റ്റിക്കർ വേണേന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കുറേ ഒരു ലോഡ് സ്റ്റിക്കറും കൊടുത്തുവിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ തേങ്ങ ഞങ്ങളിങ്ങനെ പീസ് ആക്കിയിട്ടാണ് കൊണ്ടുവരാറ്. ഇതിങ്ങനെ പീസാക്കി വെക്കുന്ന തേങ്ങ കുറേ നാളത്തേനിരിക്കും. ഇനി സന്തോഷമായി കുറച്ച് തേങ്ങ അരച്ചുള്ള കറിയൊക്കെ വെക്കാമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.